അപ്പോൾ ഇമ്മൻ്റെ ബർത്ത്ഡേ ആട്ടോ, അവളെ 3ാമത്തെ ബർത്ത്ഡേ ആണ് ഈ ഒരു വർഷം നടത്തുന്നത്. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്താമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവളെ ബർത്ത്ഡേ നടത്തിയിരുന്നത് വണ്ടൂരുള്ളൊരു അനാഥ മന്ദിരത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അന്ന് അവിടെ നിന്നായിരുന്നു കേക്കും ഫുഡൊക്കെ. നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് സ്പോൺസർ ചെയ്ത് കൊടുത്ത് ഞങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങിച്ച് വെച്ച ഐറ്റംസ് ആയിരുന്നു ഇതെല്ലാം കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് വലുതായിട്ട് ആഘോഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3ാം വയസ്സിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചോണ്ടാന്നറിയില്ല, ഇതിനൊക്കെ വന്നിട്ട് ഒരു ഹോൾസൊക്കെ വന്നിട്ട് തീരെ കാറ്റില്ലാതായി പോയിട്ടുണ്ടായിരുന്നു. ഐറ്റം ഉണ്ടല്ലോ, ഞാൻ കുറേ മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കോർ ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അന്നൊന്നും ഇത് ഉപകാരം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അന്ന് വേറെ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുത്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ട് കുറേ മാസങ്ങളോളമായി. ഇന്നാണ് ഞാൻ അതെടുത്ത് വെക്കണേ കേട്ടോ, അന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് റൂമിലേക്കാണെങ്കിൽ അതിന് താഴെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും കേട്ടോ, അത് പറിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഈ ഒരു കല്ലിലൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വെയിറ്റൊക്കെ അതിൻ്റെ താഴെ വെച്ച് കൊടുക്കേണ്ടി വരും, അപ്പോഴേ അത് നേരെ നിൽക്കുള്ളൂ കേട്ടോ. ഒരു ബാക്ക് ഡ്രോപ്പ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തൊരു ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ രീതിയിലായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ, ആരും പുറത്തുനിന്നും അങ്ങനെ ആരും വിളിക്കാതെ നമ്മൾ ഫാമിലി മാത്രമായിട്ടൊരു ചെറിയൊരു ഫങ്ഷനായിട്ട് വെച്ചത്. അതുകൊണ്ട് ചെറിയൊരു സിമ്പിളായിട്ട് കേട്ടോ ബാക്ക് ഡ്രോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ബാക്ക് ഡ്രോപ്പൊക്കെ വാങ്ങി വെക്കുമ്പോൾ നമുക്ക് നമ്മളെ ലൈഫിൽ ചെറിയ ചെറിയ വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് അതിൽ നിന്ന് ചെറുതായിട്ടൊരു സന്തോഷമല്ലേ. നമ്മൾ ആക്റ്റീവായിരിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ സഹായിക്കാൻ എല്ലാവരും വരും. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ എന്തൊരു ചെറിയ പരിപാടികൾ ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റ് ചെയ്ത് ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ തന്നെ ഒരു ഫീൽ ഉണ്ടാവും. ഒരു ചെറുതായിട്ടും വലിയ ചിലവില്ലാതെ നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒരു ഓർത്തടിക്കാൻ പറ്റിയൊരു മെമ്മറി ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എല്ലാ സംഭവങ്ങളും എനിക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാനും ചെയ്യാനും ആഘോഷിക്കാനും ഒക്കെ. നമ്മൾ നമ്മളെ ആവശ്യം
ഇതിനൊരു ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടോ, വാഞ്ചോ കേട്ടോ, ചോക്ലേറ്റും വാനിലയും കൂടി ഉള്ളൊരു ഫ്ലേവറാട്ടോ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, ഇത് ശരിക്കും പൊട്ടിക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ട് അതിൽ, പക്ഷെ അത് പൊട്ടണ നേരം എനിക്കത് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കത് ഫുൾ ചിതറി പോയി നിരത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.